നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മെയ് 15, 16 തീയതികളിൽ കർക്കിടകം രാശിക്ക്, കർക്കിടക രാശി എന്ന് പറയുമ്പോൾ കർക്കിടക രാശിക്കും കർക്കിടക ലഗ്നത്തിനും, കർക്കിടക രാശി എന്ന് പറയുമ്പോൾ പുണർദം, അവസാന പാദം, പൂയാല്യം. കർക്കിടക രാശിക്ക് കുറച്ച് കാലത്തിന് ശേഷം നല്ല ദിവസങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ഞാൻ മറുപടി പറയാം. ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ മെയ് 14 രാത്രി 10:33 PM മുതൽ മെയ് 16 രാത്രി 10:46 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. അപ്പോൾ ഇവിടെ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് 14, 15 തീയതികളിൽ 3 ഗ്രഹങ്ങൾ രാശി മാറ്റം നടത്തുന്നു. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഇവർക്ക് കുറച്ച് നേട്ടങ്ങളുടെ കാലം വരുന്നത്. കുറച്ച് കാലമായിട്ട് പ്രശ്നമായിരുന്നു കർക്കിടക രാശിക്ക്. അപ്പോൾ ശുക്രൻ 14-ാം തീയതി രാവിലെ 10:55 AM രാശി മാറുന്നു. പക്ഷേ അത് ഇടവൻ രാശിയിൽ നിൽക്കുമ്പോഴും കർക്കിടക രാശിക്ക് അനുകൂലമായിരുന്നു. അതിപ്പോൾ 12ാം ഭാവത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്നത് അനുകൂലമാണ്. പിന്നെ ബുധൻ 15-ാം തീയതി, മെയ് 15-ാം തീയതി വെളുപ്പിന് 12:33 AM ഇടവൻ രാശിയിലേക്ക് വരുന്നു. അതും ഇവർക്ക് അനുകൂലമാണ്. അതുപോലെ തന്നെ സൂര്യൻ 15-ാം തീയതി, മെയ് 15-ാം തീയതി രാവിലെ 6:23 AM 12ാം ഭാവത്തിൽ വരുന്നു. അതും നേരത്തെ ഗുണകരമായിരുന്നു. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് വ്യാഴവും സർപ്പവുമാണ്. സർപ്പം എന്ന് പറഞ്ഞാൽ രാഹു. അപ്പോൾ രാഹു അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. ഡിസംബർ 5 മാറത്തുള്ളൂ. അത് മാറുമ്പോഴും 7ാം ഭാവത്തിൽ പ്രതികൂലമായിട്ടാണ് മാറുന്നത്. എന്തായാലും ഇവർക്ക് ശനി നിൽക്കുന്നത് വലിയ കുഴപ്പമില്ലാത്ത സ്ഥലത്താണ്, 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ്. അത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നമുക്ക് കണക്കാക്കാൻ ഒക്കത്തില്ല. എന്തായാലും ഇവിടെ നമ്മൾ വ്യാഴം ജൂൺ 2 മാറുന്നുണ്ട്. പക്ഷേ അതും പ്രതികൂലമായിട്ടാണ് മാറുന്നത്. അത് പക്ഷെ വലിയ കുഴപ്പമൊന്നും ചെയ്യത്തില്ല. കാര്യം ഒന്നാമതൊരു ശുഭഗ്രഹമാണ്. അത് മാത്രമല്ല, രാശി മാറുന്നത് ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ്. പിന്നെ ചിലർ ഹംസയോഗത്തോടു കൂടി വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നത് അനുകൂലമായിട്ടും കണക്കാക്കാറുണ്ട്. എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് ഫലം പറയാം. എന്നാലും നമ്മൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാട് നടത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠകളുടെ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. പിന്നെ ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ അനുകൂലമാണ്. ചന്ദ്രൻ, ചൊവ്വ, സൂര്യൻ, ബുധൻ, ശുക്രൻ, ഇങ്ങനെ 5 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. ശനി ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് നേട്ടങ്ങൾ വരുന്നത് പറയാം. അതായത് ആദ്യമായിട്ട് പിതൃസ്വത്ത് ലഭിക്കാം. കാര്യം സൂര്യനും ചൊവ്വയും അനുകൂലമാണ്. ഓക്കെ. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്ത് ഉയർച്ചയുണ്ടാവും.
പിന്നെ നിയമപരമായ പ്രശ്നങ്ങൾ അഥവാ ഉണ്ടായാലും അതൊക്കെ മറികടക്കാൻ പറ്റും. പിന്നെ തൊഴിൽ ലാഭം, പിന്നെ പിതാവിന് ഐശ്വര്യം, സന്താനങ്ങൾക്ക് ഐശ്വര്യം, ഇതൊക്കെ ഉണ്ടാവും. പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. കർക്കിടക രാശിക്ക് കുറച്ച് കാലമായിട്ട് ഇവിടെ പ്രശ്നമൊക്കെ ആയിരുന്നു. അതൊക്കെ മാറി ഒരു നല്ല ഫേസിലേക്ക് വരികയാണ്. കർക്കിടക രാശിക്ക്, കർക്കിടക രാശി മാത്രമല്ല കർക്കിടക ലഗ്നവും. ഓക്കെ, ലഗ്നം അറിയില്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട അതൊക്കെ ക്ലിയർ ആക്കി തരാം. ഓക്കെ, അപ്പോൾ കർക്കിടക രാശിക്കാർക്ക് മാത്രമല്ല വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.